ബൈ ദ വേ ജാക്സൺ അല്ലേ? താനത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ പറഞ്ഞല്ലേ എല്ലാവരെയും പോയി ജാക്സനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. സർ തിരക്കുള്ള ആൾക്കാരല്ല സാർ. ഒരു കാര്യം ചെയ്യ്, പോയേ എല്ലായിടത്തും അസംബ്ലിയിൽ നിൽക്കാൻ പറ. ഞാൻ അങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചോളാം. ബാക്കി ഞാൻ നോക്കോളാം സാർ. ജാക്സൺ അല്ലേ? കമോൺ, ഫോർമാലിറ്റിയുടെ ആവശ്യം എന്താ? യു കെൻ കോൾ മീ ക്രിസ്റ്റീന. ജാക്സ, ഈ സ്റ്റേയുടെ കാര്യമൊക്കെ എന്തായി? ഞാൻ 1-2 പോയി നോക്കി, പക്ഷെ ഒന്നുകൂടെ ഫൈനൽ ചെയ്യണത്. അത് കുഴപ്പമില്ല, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലൊരു ഒഴിവുണ്ട് സാർ. അപ്പോൾ പോക്കും വരവൊക്കെ നമുക്ക് ഒരുമിച്ചാക്കുകയും ചെയ്യാം, എക്സ്പെൻസ് ഒന്ന് കട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യാം. അതൊരു നല്ല ഐഡിയ. താനെതിരെ പോയില്ലേ? പോയി പറ എല്ലായിടത്തും അസംബ്ലി ചെയ്യാൻ. എന്താ ജിൻസി ഇത്? നമ്മൾ പുതിയ വരുന്നവർക്ക് നമ്മുടെ എനർജി കാണിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ ലേസി ആയിട്ടിരുന്നാലോ? ചാടി ചാടി നിൽക്ക്. അതെ, ഈ ലേസി ആയിട്ടുള്ള ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ എനർജി കളയരുത്. നമ്മൾ ഫുൾ പവർ ആയിരിക്കണം. ഇങ്ങോട്ട് പോവാം. പോവാം സാർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കമ്പനിയിലെ ന്യൂ ജോയിനി മിസ്റ്റർ ജാക്സൺ. വെൽക്കം ജാക്സൺ. എന്തോടി ഒരു കടുപ്പം? ഇതൊക്കെ കാണണല്ലോ അവളുടെ ആരായിരിക്കും? 1 മണിക്കൂറുണ്ട് നീ ഉടക്കി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സും ആയ. ഇങ്ങനെ ആയാ ഞാൻ ആക്കും. അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോട്ട്, എന്നാലും അവൻ നിനക്കുള്ള തന്നെ. നിങ്ങൾ ജെ അല്ലേ? അല്ല, ജാക്കും റോസും അല്ലേ? അവൻ നിനക്കുള്ള തന്നെ. നമ്മുടെ ഈ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയും പിന്നെ ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധം ഇവിടെ ആരെങ്കിലും ഇറക്കാൻ നോക്കിയാൽ സ്പോട്ടിൽ നടപടി ഉണ്ടാവും. ഇനി വെൽക്കം ആൻഡ് സോറി. താങ്ക് യു സർ. ഹായ് ജാക്സൺ. ഹായ്.